അങ്ങനെ ഒടുവിൽ ആ ദിവസം എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ വീട് പണി അവസാനിച്ചു. പണി കഴിഞ്ഞതും ഓരോ മുക്കും മൂലയും കണ്ട് ആസ്വദിക്കലാണ് മെയിൻ പരിപാടി. അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ടേക്കുവാണ്. നാളെ രാവിലെ അച്ഛൻ വരും, അതോടുകൂടി വെഞ്ചിരിപ്പും പാല് കാച്ചും. അങ്ങനെ പരിപാടിയോടനുബന്ധിച്ച് നമ്മൾ നാട്ടിലാളില്ലാത്ത കാരണം വയനാട്ടിൽ നിന്ന് ഒരാളെ ഇറക്കിയിട്ടുണ്ട്. ആ ആളെ പിക്ക് ചെയ്യാൻ പോയേക്കുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ അവനെയും പൊക്കി നമ്മുടെ എടപ്പള്ളി പള്ളിയിൽ ഇറങ്ങി പുണ്യാള ആ കട്ടക്ക് കൂടെ നിന്നേക്കണേ എന്നൊരു പ്രാർത്ഥനയും പാസ്സാക്കി ഞങ്ങൾ നേരെ വീട്ടിൽ. അപ്പൊ ഈ വന്നേക്കണ ആളെ ചില്ലറക്കാരൻ അല്ല, നമ്മുടെ വീടിന്റെ പ്ലാൻ വരച്ചത് വന്ന് കണ്ടതും ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്ലാനൊക്കെ വരച്ച് നല്ലതൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിന് ബാക്കി വന്ന കുഴിമന്തി നമ്മൾ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പൊ ഇന്ന് 7:30യോടുകൂടി നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഞാനാണെങ്കിൽ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇനി ഇവിടെ താമസിക്കാൻ പോകുന്നത് ഞാൻ. എന്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ഇവിടെ താമസിക്കണമാണ് സന്തോഷം. അവരത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് അങ്ങനെ വാടകയൊക്കെ നിൽക്കണ്ട, ഇച്ചായം പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണ്ട എന്നുള്ളത് മാറ്റാനായിട്ടാണ് ഈ ഒരു പ്ലാൻ. എന്തായാലേ വല്ലാത്തൊരു പ്ലാൻ. നമ്മുടെ ഫാമിലിയിൽ ഈ മാസം 1-2 മരണങ്ങളൊക്കെ അടുപ്പിച്ച് നടന്നുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു പരിപാടി മാത്രമല്ല, അടുത്ത് തന്നെ നമുക്ക് ഒരു അടിപൊളി പരിപാടി വരുന്നുണ്ട്. അപ്പൊ എല്ലാ ഫംഗ്ഷനും കൂടി നമ്മൾ അന്ന് ആഘോഷിക്കാനാണ്